നമസ്കാരം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പൊതുതെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാക്കിയിട്ടുള്ള മൊഡ്യൂളാണ് നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റം. വരണാധികാരി തെരഞ്ഞെടുപ്പ് നോട്ടീസ് പ്രസിദ്ധീകരിക്കുന്നത് മുതൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റ് ഫോറം 6 പ്രസിദ്ധീകരിക്കുന്നത് വരെയുള്ള വിവിധ പ്രക്രിയകളാണ് ഈ മൊഡ്യൂളിൽ ഉൾപ്പെടുന്നത്. നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റം എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നോക്കാം. പ്രൊഫൈൽ ക്രിയേഷൻ ചെയ്യാൻ ഹോം പേജിൽ പോയതിനു ശേഷം നമുക്ക് സൈൻ ഇൻ കൊടുക്കുക. ഡിക്ലറേഷൻ വരുമ്പോഴേക്കും ഇവിടെ RO രജിസ്ട്രേഷനും ARO രജിസ്ട്രേഷനും ഉണ്ടാകും. എല്ലാ ROമാരും എല്ലാ റിട്ടേണിംഗ് ഓഫീസേഴ്സും RO രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. ARO രജിസ്ട്രേഷൻ മുനിസിപ്പൽ കൗൺസിൽ, മുനിസിപ്പൽ കോർപ്പറേഷനിലെ AROമാർക്ക് മാത്രമാണ് ARO രജിസ്ട്രേഷൻ വേണ്ടത്. ഗ്രാമപഞ്ചായത്ത് അല്ലെങ്കിൽ ബ്ലോക്ക്, ജില്ലാ പഞ്ചായത്തിലെ ARMമാർക്ക് അവർക്ക് ഓൾറെഡി ERMSൽ പ്രൊഫൈൽ ഉണ്ടാകും. ആ പ്രൊഫൈൽ വഴി സ്വിച്ച് ചെയ്താൽ മതിയാകും. ഓക്കെ, ആദ്യം നമ്മൾ RO രജിസ്ട്രേഷൻ എങ്ങനെയാ ചെയ്യുന്നതെന്ന് പറയാം. അതിൽ RO രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുക. പെൻ നമ്പർ എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്തതിനു ശേഷം പ്രൊസീഡ് കൊടുക്കുക. സ്പാർക്കിൽ ഏത് നമ്പറാണോ ലിങ്ക് ചെയ്തിട്ടുള്ളത് ആ മൊബൈലിലോട്ടായിരിക്കും OTP പോയിട്ടുണ്ടാകുക. ഇപ്പൊ GPEN ഉണ്ടാകും, ചിലർക്ക് UPEN ആയിരിക്കും, അങ്ങനെയുള്ളത് അതുപടി തന്നെ കൊടുക്കാം. G10125 എന്നാണെങ്കിൽ അങ്ങനെ കൊടുക്കുക. മൊബൈലിൽ വന്നിട്ടുള്ള, അതായത് ഏതാണോ ലാസ്റ്റ് 3 ഡിജിറ്റ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും. മൊബൈലിൽ OTP വന്നിട്ടുണ്ടാകും. ആ OTP എൻ്റർ ചെയ്യുക. ക്യാപ്ച എൻ്റർ ചെയ്തതിനു ശേഷം വെരിഫൈ കൊടുക്കുക. വെരിഫൈ കൊടുക്കുമ്പോൾ ഓൾറെഡി പ്രൊഫൈൽ ഉണ്ട് അല്ലെങ്കിൽ ലോക്കൽ ബോഡി മേ ബി നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഓൾറെഡി ലിസ്റ്റ് ചെയ്യും, അത് നോക്കേണ്ട ആവശ്യമില്ല. അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഏതാണോ RO ആയിട്ട് എവിടെയാണോ വേണ്ടത് ആ ഡിസ്ട്രിക്ട് ചൂസ് ചെയ്യുക. ലോക്കൽ ബോഡി ഏതാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് ക്രൈറ്റീരിയ ഉണ്ട്, ആ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയാൽ മാത്രമേ പാസ്വേഡ് അക്സെപ്റ്റ് ആവത്തുള്ളൂ. അപ്പോൾ ക്രൈറ്റീരിയ നോക്കി വായിച്ചതിന് ശേഷം പാസ്വേഡ് സെറ്റ് ചെയ്യുക. ഒരു ലോവർ കേസ് ഒരു അപ്പർ കേസ് വേണം. 6 to 12 ക്യാരക്ടേഴ്സ് ആണ് വേണ്ടത്. ദെൻ ഒരു സ്പെഷ്യൽ ക്യാരക്ടർ വേണം, ഡിജിറ്റ്സ് വേണം. അങ്ങനെയുള്ള ഒരു കോംപ്ലക്സ് പാസ്വേഡ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം സബ്മിറ്റ് കൊടുക്കുക. അപ്പൊ എംപ്ലോയി സേവ്ഡ് സക്സസ്ഫുള്ളി. ഈ ഒരു പോർഷനിൽ ROയുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ ROയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ARO രജിസ്ട്രേഷനും സെയിം തന്നെയാണ്. ROയുടെ രജിസ്ട്രേഷനും AROയുടെ രജിസ്ട്രേഷനും കഴിഞ്ഞതിന് ശേഷം കൺസേൺഡ് ലോക്കൽ ബോഡിയെ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ പെൻ നമ്പർ ആയിരിക്കും യൂസർ നെയിം ആയിട്ട് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പെൻ നമ്പർ ആണ്. EROയ്ക്ക് മൊബൈൽ നമ്പർ ആണ് എങ്കിൽ RO ARO രജിസ്ട്രേഷൻ ചെയ്ത് കയറുന്ന ആൾക്കാർക്ക് പെൻ നമ്പർ ആയിരിക്കും യൂസർ നെയിം. ഓരോ പ്രാവശ്യവും ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. സേവ് ചെയ്ത് പാസ്വേഡും ഐഡിയും സേവ് ചെയ്ത് വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ലോഗിൻ ആകത്തില്ല, എറർ അടിക്കും. അതുകൊണ്ട് ഓരോ പ്രാവശ്യവും ID ടൈപ്പ് ചെയ്ത് കയറാം. ദെൻ ഐഡിയും കൊടുക്കുക, പാസ്വേഡ് എൻ്റർ ചെയ്ത ശേഷം ലോഗിൻ കൊടുക്കുക. ലോഗിൻ കൊടുക്കുമ്പോൾ ഇവിടെ ഒരു അലേർട്ട് കാണിക്കും. എന്താണ്, നിങ്ങൾ ഏത് ലോക്കൽ ബോഡിക്ക് വേണ്ടിയിട്ടാണോ നിങ്ങൾ RO അല്ലെങ്കിൽ ARO ആയിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആ ലോഗിൻ അതാത് സെക്രട്ടറിമാര് അപ്രൂവ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് RO ARO പ്രൊഫൈലിലോട്ട് ലോഗിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ആദ്യം ഈ എഴുതിയേക്കുന്നത് വായിക്കുക. ഈ ഹെൽപ്പ് ഡെസ്കിൽ വിളിക്കാതെ ആദ്യം സെക്രട്ടറി ഓഫ് നെയ്യാറ്റിൻകര, ഇപ്പോൾ നമ്മൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയിലേക്കാണ്. അപ്പൊ നെയ്യാറ്റിൻകര മുനിസിപ്പാലിറ്റിയുടെ സെക്രട്ടറിയെ വേണം വിളിക്കാൻ. ഓക്കെ, അപ്പൊ സെക്രട്ടറിയുടെ ലോഗിൻ ഓൾറെഡി ERMSൽ ഉണ്ടാകും. EROയുടെ ലോഗിനിൽ നിന്നും RO അല്ലെങ്കിൽ ARO രജിസ്ട്രേഷൻ അപ്രൂവ് ചെയ്താൽ മാത്രമേ പ്രൊഫൈൽ ആക്സസ് കിട്ടത്തുള്ളൂ. EROയുടെ ലോഗിൻ RO AROയുടെ പ്രൊഫൈൽ അപ്രൂവൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. ആദ്യം ERO ഇപ്പോൾ ബ്ലോക്കിൻ്റെതായാലും ശരി, ഗ്രാമപഞ്ചായത്ത് ആയാലും ജില്ലാ പഞ്ചായത്ത് ആയാലും എല്ലാവർക്കും എല്ലാ സെക്രട്ടറിമാർക്കും ലോഗിൻ ഉണ്ടാകും. ERMSൽ ആ ലോഗിനിൽ കയറുക. ദെൻ ഇവിടെ റോളിന് പകരം എലക്ഷൻ എന്നുള്ളൊരു ടാബ് ഉണ്ടാകും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ എലക്ഷനകത്ത് എലക്ഷൻ ഒഫീഷ്യൽസ് ഉണ്ടാകും. ഈ എലക്ഷൻ ഒഫീഷ്യൽസ് ക്ലിക്ക് ചെയ്യാം. എലക്ഷൻ ഒഫീഷ്യൽസിൽ നിങ്ങൾക്ക് അവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടുള്ള RO ARO ലിസ്റ്റ് ചെയ്യും. ഇവിടെ നമ്മളിപ്പോ RO ആണ് രജിസ്ട്രേഷൻ വന്നിട്ടുള്ളത്, അതുകൊണ്ട് അതങ്ങനെ വന്നിട്ടുണ്ടാവും. വെരിഫൈഡ് എന്നായിരിക്കും സ്റ്റാറ്റസ്. ആക്ഷനകത്ത് അപ്രൂവ് കൊടുക്കാം. അപ്പോൾ വാർഡ് അസൈൻ ചെയ്തിട്ടില്ല എന്ന് കാണിക്കും. ദെൻ ഓക്കെ, അപ്രൂവ് കൊടുക്കാം.
ഓക്കെ, സ്റ്റാറ്റസ് അപ്രൂവ്ഡ് ആവും. ഇൻ കേസ് നമുക്ക് ചില സമയങ്ങളിൽ ഒരു വാർഡ് മാറിയാണ് വന്നത് അല്ലെങ്കിൽ അഡീഷണൽ ആറോയാണ് വന്നത് എന്നുള്ള കണ്ടീഷൻ വരുന്ന സമയത്ത് നമുക്ക് ഈ ആറോടെ പ്രൊഫൈൽ വേണ്ട എന്നുണ്ടെങ്കിൽ ആക്ഷനിൽ നമുക്ക് ഡിസേബിൾ കൊടുക്കാം. ഓക്കെ, അങ്ങനെ വേണം ചെയ്യാൻ, റീസെറ്റ് ചെയ്യരുത്. അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ആറോ രജിസ്ട്രേഷൻ ചെയ്യേണ്ടി വരും. അതിപ്പോൾ അപ്രൂവ് ആയി കഴിയുമ്പോൾ ആർഒക്ക് മെസ്സേജ് പോകുന്നതായിരിക്കും. കൺസേൺഡ് സെക്രട്ടറി നിങ്ങളുടെ പ്രൊഫൈൽ അപ്രൂവ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ആർഒക്ക് മെസ്സേജ് പോകുന്നതായിരിക്കും. ഓക്കെ, പ്രൊഫൈൽ ക്രിയേറ്റ് ആകുമ്പോഴും പ്രൊഫൈൽ സെക്രട്ടറി അപ്രൂവ് ആയി കഴിയുമ്പോഴും കൺസേൺഡ് ആർഒ അല്ലെങ്കിൽ ARO രജിസ്ട്രേഷൻ വഴി വന്നവർക്ക് മെസ്സേജ് പോകുന്നതായിരിക്കും. ദെൻ ഇനി ആർഒയുടെ പ്രൊഫൈൽ ആക്ടിവിറ്റീസ് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ആറ് ലോഗിൻ ചെയ്യുന്ന സമയത്ത് രണ്ട് ഓപ്ഷൻസ് ആയിരിക്കും ഉണ്ടാവുക. ഒന്ന് ആഡ് ബോർഡ്സും ഡാഷ്ബോർഡും. നമുക്ക് ഫസ്റ്റ് ആഡ് ബോർഡ് തന്നെ കൊടുക്കുക. ഡാഷ്ബോർഡ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വാർഡ് മാപ്പ് ചെയ്യുന്നത് പാടായിരിക്കും. അപ്പൊ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആറോ ചെയ്യേണ്ട രണ്ട് കാര്യങ്ങൾ, മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ആറോ ഏതൊക്കെ വാർഡിലാണോ ആറോക്ക് ചാർജ് ഉള്ളത് ആ വാർഡുകൾ മാത്രം സെലക്ട് ചെയ്യുക. എത്ര വാർഡാണോ ആറോക്ക് അലോട്ട് ആയിട്ടുള്ളത് അത്രയും വാർഡുകൾ മാത്രം മാപ്പ് ചെയ്യുക. അപ്പോൾ ആഡ് വാർഡ് സെലക്ട് ചെയ്യുക. അതിൽ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആ ലോക്കൽ ബോഡിയിലുള്ള വാർഡുകളാണ്. റൈറ്റ് സൈഡിൽ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത്, ഇപ്പോൾ 1 ആണ് വേണ്ടതെങ്കിൽ 1 എടുക്കുക, 20 ആണ് വേണ്ടതെങ്കിൽ 20 എടുക്കുക. ഇപ്പോൾ ഒരു ആറോക്ക് 16 നമ്മൾ സെലക്ട് ചെയ്താൽ മാത്രം മതിയാക്കും. ഇൻ കേസ് നമുക്കിത് വേണ്ടെങ്കിൽ ഇവിടെ വീണ്ടും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പുറത്തോട്ട് ഡിമാപ്പ് ആയിക്കോളും. ഇപ്പൊ ആറോക്ക് വേണ്ടത് ആദ്യത്തെ 10 വാർഡുകളാണ് അല്ലെങ്കിൽ 15 വാർഡുകൾ, ഏതൊക്കെയാണ് വാർഡ് നമ്പർ നോക്കി മാപ്പ് ചെയ്യുക, തെറ്റിപ്പോകരുത്. അപ്പോൾ നമുക്ക് ഈ ട്രെയിനിങ്ങിനായതുകൊണ്ട് നമുക്ക് 2-3 വാർഡ് മാത്രം ചെയ്ത് നോക്കാം. അപ്പോൾ വാർഡിന്റെ നമ്പറിൽ നമ്മൾ കഴ്സർ കൊണ്ട് വെക്കുന്ന സമയത്ത് തന്നെ വാർഡിന്റെ പേര് അവിടെ ഡിസ്പ്ലേ ചെയ്യുന്നതായിരിക്കും. അപ്പൊ സെലക്ട് ചെയ്യുക, വാർഡ് സെലക്ട് ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോ ട്രെയിനിങ്ങിനായിട്ട് 3 വാർഡ് മാത്രമേ എടുത്തിട്ടുള്ളൂ. ദെൻ മാപ്പ് വാർഡ് കൊടുത്തു, ഓക്കെ കൊടുക്കാം. അതിനുശേഷം നമുക്ക് വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും സെലക്ട് ചെയ്യാം. അപ്പൊ റൈറ്റ് സൈഡിൽ നമ്മൾ ചൂസ് ചെയ്ത വാർഡ്സ് ഉണ്ടാകും. വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ആ വാർഡിൽ സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഇങ്ങോട്ട് പോകും. ഓക്കെ, ദെൻ ഡാഷ്ബോർഡ് സെലക്ട് ചെയ്യാം. നമ്മൾ വൺസ് ഡാഷ്ബോർഡ് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വാർഡ് മാപ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് കെയർഫുള്ളി മാപ്പ് ചെയ്യുക, അല്ലെങ്കിൽ ഒരിക്കൽ കൂടി ആർഒ രജിസ്ട്രേഷൻ ചെയ്താൽ മതിയാവും. ആർഒ ആദ്യം ചെയ്യേണ്ട 2 ആക്ടിവിറ്റീസിൽ ഒന്ന് വാർഡ് മാപ്പും അത് കഴിഞ്ഞതിന് ശേഷം പ്രൊഫൈൽ അപ്ഡേറ്റും ആണ്. പ്രൊഫൈൽ അപ്ഡേറ്റിൽ ക്ലിക്ക് ചെയ്യാം. അവിടെ നിങ്ങളുടെ ഡീറ്റെയിൽസ് മലയാളത്തിലായിരിക്കണം ഫില്ല് ചെയ്യേണ്ടത്. മലയാളം എൻ്റർ ചെയ്തിരിക്കുന്നിടത്ത് മലയാളം മാത്രമേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇംഗ്ലീഷ് വേണ്ടിടത്ത് ഇംഗ്ലീഷ് മാത്രമേ എൻ്റർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ബാക്കി ഡീറ്റെയിൽസ് ആറുടെ പേര്, ഡെസിഗ്നേഷൻ, അഡ്രസ്, നോമിനേഷൻ ഫോം, സ്ക്രൂട്ടണി പ്ലേസ്. ഓക്കെ, നോമിനേഷൻ സ്ക്രൂട്ടണി എവിടെയാണോ വെച്ച് നടക്കുന്ന ആ സ്ഥലം, ദെൻ അതിന്റെ മലയാളം, ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യാം. നോട്ടീസ് പ്ലേസ് ഒരുപാടുണ്ട് എങ്കിൽ നമുക്ക് ഏതെങ്കിലും 1-2 മാത്രം ഇതിൽ എൻ്റർ ചെയ്താൽ മതിയാകും. കൗണ്ടിങ് സെന്റർ മലയാളത്തിലും ഇംഗ്ലീഷിലും ഫില്ല് ചെയ്യാം. ആരോടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്യാം. ഇംഗ്ലീഷ് വേണ്ടിടത്ത് ഇംഗ്ലീഷും മലയാളം വേണ്ടിടത്ത് മലയാളം എൻ്റർ ചെയ്യാം. അതിനുശേഷം നോട്ടീസ് പ്ലേസും സ്ക്രൂട്ടണി പ്ലേസ് മലയാളത്തിലും ഇംഗ്ലീഷിലും കറക്റ്റ് ആയിട്ട് കൊടുക്കുക. ഈ സ്ക്രൂട്ടണി പ്ലേസ് ആയിരിക്കും AROയും ഫില്ല് ചെയ്യേണ്ടത്. കറക്റ്റ് ആയിട്ട് സ്ക്രൂട്ടണി എവിടെയാണോ കറക്റ്റ് ആയിട്ട് ഉള്ളത് അത് AROയും കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യുക. ബിക്കോസ് ആറോ എൻ്റർ ചെയ്യുന്ന സ്ക്രൂട്ടണി പ്ലേസ് ആയിരിക്കും. ഫോം 3 ജനറേറ്റ് ആകുമ്പോൾ സ്ക്രൂട്ടണി പ്ലേസ് എവിടെയാണ് എന്ന് പറഞ്ഞിട്ട് കാൻഡിഡേറ്റിന് SMS പോകുന്നതായിരിക്കും. അപ്പോൾ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ ശ്രമിക്കുക. ദെൻ കൗണ്ടിങ് സെന്റർ നമുക്ക് ഫോം 1 വരേണ്ടതാണ്. ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഫോം 1 വരേണ്ടതായതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കണം. ദെൻ എല്ലാം എൻ്റർ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് കൊടുക്കുക. അപ്ഡേഷൻ സക്സസ്ഫുൾ എന്ന് കാണിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ ഒരിക്കൽ കൂടി വേണമെങ്കിൽ ക്രോസ് ചെക്ക് ചെയ്യാം. അതിനുശേഷം എലക്ഷൻ നോട്ടീസ് ആറോ ആദ്യം ചെയ്യേണ്ട, പ്രൊഫൈൽ അപ്ഡേറ്റ് ആയതിനു ശേഷം ആദ്യം ചെയ്യേണ്ട ആക്ടിവിറ്റി എന്ന് പറയുന്നത് നമ്മൾ ഫോം 1 പബ്ലിഷ് ചെയ്യുന്നതാണ്. ഫോം 1 നമുക്ക് ഡിജിറ്റലി അവൈലബിൾ ആയിരിക്കും. അപ്പൊ ഡേറ്റ് എല്ലാം വെച്ചിട്ട് നമുക്ക് ഫോം 1 കിട്ടും. അതിൽ എലക്ഷൻ നോട്ടീസ് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്യുമ്പോൾ എത്ര വാർഡൊക്കെയാണോ അസൈൻ ആയിട്ടുള്ളത് ആ വാർഡുകൾ അത്രയും ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മൾ ഫുൾ ക്രോസ് ചെക്ക് ചെയ്യുക. എത്ര നമുക്ക് 25 വാർഡുകൾ ഉണ്ടെങ്കിൽ ആ 25 വാർഡുകൾ ലിസ്റ്റ് ചെയ്യും. അത് എത്രയാണെന്ന് ആറ് നോക്കുക.
അത് ഫുള്ള് ആറോടെ വാർഡുകൾ തന്നെയാണോ എന്ന് കൺഫേം ചെയ്യുക. ഇല്ല എങ്കിൽ മാറിപ്പോയിട്ടുണ്ട് എങ്കിൽ ആക്ഷനിൽ ഡിലീറ്റ് കൊടുത്താൽ മതിയാകും. ഇപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എല്ലാ ഫോംസും ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ ഡൗൺലോഡ് ഓൾ കൊടുത്താൽ മതിയാകും. മുമ്പത്തെ ഇതിൽ ടെംപ്ലേറ്റ് അസൈൻ ചെയ്യണമായിരുന്നു. ഇപ്പൊ നമുക്ക് ടെംപ്ലേറ്റ് അസൈൻ ഡൗൺലോഡ് ഓൾറെഡി നമുക്ക് പ്രീ ഡിഫൈൻഡ് ടെംപ്ലേറ്റ് അസൈൻ ആയിക്കോളും. ദെൻ ഡൗൺലോഡ് ഓൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോം 1 നോട്ടീസ് ഡൗൺലോഡ് ആകും. ദെൻ വാർഡ് 1 വരുന്നു, 2 എല്ലാ വാർഡിൽ നിന്നും നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ബാക്കിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആറ് ഇവിടെ സൈൻ ചെയ്യേണ്ടി വരും. ദെൻ ബാക്കി ഇവിടെ വിവരപ്പട്ടികയ്ക്ക് മുകളിൽ പട്ടികയുടെ താഴെ സംവരണം ചെയ്തിട്ടുണ്ട് എങ്കിൽ ഇവിടെ വാർഡിന്റെ സംവരണം വരുന്നതായിരിക്കും. ഇവിടെ വാർഡിന്റെ സംവരണം വന്നിട്ടില്ലാത്തതിനർത്ഥം അത് ജനറൽ വാർഡ് ആയതുകൊണ്ടാണ് അവിടെ സംവരണം വരാത്തത്. ARO രജിസ്ട്രേഷൻ കൂടി കഴിയുമ്പോൾ ഇവിടെ AROയുടെ ഡീറ്റെയിൽസും ഓഫീസ് അഡ്രസ്സും എല്ലാം കറക്റ്റ് ആയിട്ട് വരും. ലൈവിൽ വരുമ്പോൾ ഇംഗ്ലീഷ് ഒക്കെ മാറിയിട്ടുണ്ടാവും, കറക്റ്റ് ഡേറ്റ് ആയിരിക്കും വരിക. ദെൻ ഇവിടെ നമ്മൾ പഴയ ഇലക്ഷന്റെ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഈ ഒരു ട്രെയിനിങ്ങിൽ സെറ്റ് ചെയ്തേക്കുന്ന ഡേറ്റയാണ്. ഈ ഡേറ്റും എല്ലാം SEC ആണ് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. AROക്ക് ഓൾറെഡി പ്രീഫിൽഡ് ആയിട്ടുള്ളത് തന്നെയായിരിക്കും വരിക. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ വാർഡ് റിസർവേഷൻ വന്നിട്ടുണ്ട് എങ്കിൽ ഒരു വാർഡിന് റിസർവേഷൻ ഉണ്ട് എങ്കിൽ താഴെ ഇവിടെ ഈ വാർഡ് സ്ത്രീകൾക്ക് അവിടുത്തെ സംവരണം ഏതാണോ ERO മാർക്ക് ചെയ്തിട്ടുള്ളത് ആ സംവരണം ആ റിസർവേഷൻ ഇവിടെ വരുന്നതായിരിക്കും. അപ്പോൾ ഈ വാർഡ് സ്ത്രീ സംവരണം ആയതുകൊണ്ട് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് വരും. സംവരണം ഇല്ലാത്ത ജനറൽ കാറ്റഗറി ആണെങ്കിൽ ഇവിടെ റിസർവേഷനെ കുറിച്ച് ഡേറ്റ ഉണ്ടായിരിക്കുന്നതല്ല. ഇവിടെ ഈ വാർഡ് പട്ടിക ഗോത്രവർഗക്കാർക്ക് വേണ്ടി സംവരണം ചെയ്തിരിക്കുന്നു എന്ന് കൊടുത്തിട്ടുണ്ട്. ഫോം 1 പബ്ലിഷ് ചെയ്യാനുള്ളത് EROക്ക് ഫോം 1 ഇതിൽ നിന്ന് തന്നെ എടുത്ത് നമുക്ക് പബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ഇനി അടുത്തത് EROക്ക് നോമിനേഷൻ റിസീവ് ചെയ്യുന്നതിനനുസരിച്ച് ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുന്നതാണ്. പ്രൊഫൈൽ അപ്ഡേറ്റ്, ഇലക്ഷൻ നോട്ടീസ്, മാനേജ് നോമിനേഷനും ഫോം ഡൗൺലോഡും എല്ലാം. ഫോം ഡൗൺലോഡിൽ 1, 3, 4 ആൻഡ് N3 ഈ 4 ഫോമും AROക്കും ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഫൈനലൈസ് കാൻഡിഡേറ്റും ഫോം 6ഉം ROക്ക് മാത്രമേ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ദെൻ ഇതിൽ നമുക്ക് നോമിനേഷൻ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് നോമിനേഷൻ എൻ്റർ ചെയ്യുന്നത് നോക്കാം. അതിൽ മാനേജ് നോമിനേഷൻ എടുക്കുക. ഇവിടെ നമുക്ക് ഏത് വാർഡിലേക്കുള്ള നോമിനേഷൻ ആണോ നമ്മൾ എൻ്റർ ചെയ്യാൻ പോകുന്നത്, അല്ലെങ്കിൽ ഏത് വാർഡിലെ നോമിനേഷൻ ആണോ നമ്മൾ എൻ്റർ ചെയ്തേക്കുന്നത് അത് വ്യൂ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വാർഡ് സെലക്ട് ചെയ്യുക, നോമിനേഷൻ സെലക്ട് ചെയ്യാം. ഓക്കെ, അതിൽ നമുക്ക് നോമിനേഷൻ ഒന്നും എൻ്റർ ചെയ്തിട്ടില്ല എങ്കിൽ നമുക്ക് ഒന്നും കാണിക്കത്തില്ല. ആദ്യം ന്യൂ കൊടുക്കുക. ന്യൂവിൽ റിസീവ് ചെയ്തിട്ടുള്ള നോമിനേഷൻ ഏത് വാർഡിലേക്കാണ് കാൻഡിഡേറ്റ് കണ്ടസ്റ്റ് ചെയ്യുന്നത് നോക്കുക, അത് സെലക്ട് ചെയ്യുക. ഇപ്പൊ വാർഡ് സെലക്ട് ചെയ്തു. ദിസ് എ മൾട്ടിപ്പിൾ നോമിനേഷൻ എന്ന് ചോദിക്കുന്നുണ്ട്. ഒരു കാൻഡിഡേറ്റിന് 3 സെറ്റ് ഓഫ് നോമിനേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ആദ്യമായിട്ട് കൊണ്ടുവരുന്ന എല്ലാ നോമിനേഷനും നമ്മൾ നോ കൊടുക്കുക. ദെൻ വാർഡ് ഏതാണോ ലോക്കൽ ബോഡിയിൽ ഏത് വാർഡിലെ വോട്ടർ ആണോ അത് സെലക്ട് ചെയ്യാം. ഇപ്പൊ 2ാം വാർഡിലെ വോട്ടർ ആണെങ്കിൽ അത് സെലക്ട് ചെയ്ത് അവരുടെ സീരിയൽ നമ്പർ എൻ്റർ ചെയ്യാം, സബ്മിറ്റ് കൊടുക്കാം. അപ്പോൾ ആ വോട്ടറുടെ വോട്ടർ പട്ടികയിലുള്ള ഡീറ്റെയിൽസ് അവിടെ കാണാൻ സാധിക്കും. വോട്ടർ അതാണ് എങ്കിൽ ആഡ് നോമിനേഷൻ കൊടുക്കുക. ഇല്ല മാറിയെങ്കിൽ നമുക്ക് വോട്ടർ പട്ടികയിലെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ട് സീരിയൽ നമ്പർ കറക്റ്റ് ചെയ്ത് നമുക്ക് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും. ദെൻ ആഡ് നോമിനേഷൻ ആൻഡ് എഡിറ്റ് കൊടുക്കുക. വാർഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ടാകും. വോട്ടർ പട്ടികയിലുള്ള വോട്ടറുടെ ഡീറ്റെയിൽസ് ഓൾറെഡി ഉള്ള ഡീറ്റെയിൽസ് പ്രീഫെച്ച് ആയി വന്നിട്ടുണ്ടാകും. ദെൻ പാർട്ടി ഏതെങ്കിലും പാർട്ടിയുടെ കാൻഡിഡേറ്റ് ആണ് എങ്കിൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിള് നമ്മൾ ചൂസ് ചെയ്യേണ്ടി വരത്തില്ല. സിമ്പിൾ ഉള്ള പാർട്ടി ആണെങ്കിൽ പ്രീ ഡിഫൈൻഡ് സിമ്പിൾ ഉള്ള പാർട്ടി ആണെങ്കിൽ മാത്രമാണ് നമുക്കത് സാധിക്കുക. നോട്ടിഫിക്കേഷൻ പ്രകാരം സിമ്പിൾ അലോട്ട് ചെയ്തിട്ടില്ലാത്ത പാർട്ടിയാണ് ചൂസ് ചെയ്യുന്നതെങ്കിൽ നമ്മളിവിടെ സിമ്പിൾ ഫ്രീ സിമ്പിൾസിലാണോ അല്ലെങ്കിൽ അവർക്ക് ഓൾറെഡി റിസർവ് ചെയ്തിട്ട് ഏതെങ്കിലും സിമ്പിൾസ് വെച്ചിട്ടുണ്ടെങ്കിൽ അത് RO അലോട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സിമ്പിൾ അലോട്ട് ചെയ്യുന്നതിന് മുമ്പ് RO സിമ്പിൾസിന്റെ നോട്ടിഫിക്കേഷൻ ക്രോസ് ചെക്ക് ചെയ്ത് വേണം സിമ്പിൾ അലോട്ട് ചെയ്യാൻ. പാർട്ടി ചൂസ് ചെയ്തു. ഇതിൽ ഡോക്ടർ, അഡ്വക്കേറ്റ്, പ്രൊഫസർ ഇതിൽ ഏതാണോ പ്രിഫിക്സ് വേണ്ടത് അത് കൊടുക്കുക. അതിനുശേഷം മൊബൈൽ നമ്പർ എൻ്റർ ചെയ്തിരിക്കണം. എന്തെന്ന് വെച്ചാൽ നമുക്ക് എക്സ്പെൻഡിച്ചർ ഇവിടെ എൻ്റർ ചെയ്യുന്ന മൊബൈൽ നമ്പർ വെച്ചിട്ട് വേണം കാൻഡിഡേറ്റ് എക്സ്പെൻഡിച്ചർ ഓൺലൈനായിട്ട് സബ്മിറ്റ് ചെയ്യാൻ കാൻഡിഡേറ്റിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ എല്ലാ AROമാരും നോമിനേഷൻ റിസീവ് ചെയ്യുമ്പോൾ കാൻഡിഡേറ്റിന്റെ മൊബൈൽ നമ്പർ കൂടി മേടിക്കാൻ ശ്രദ്ധിക്കണം.
ബാക്കി ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് ഫില്ല് ചെയ്യുക. എല്ലാ ഡീറ്റെയിൽസും ഫില്ല് ചെയ്താൽ മാത്രമേ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇവിടെ ഡീറ്റെയിൽസ് നോമിനേറ്ററുടെ ഡീറ്റെയിൽസും എല്ലാം എൻ്റർ ചെയ്യുക. ലോക്കൽ ലാംഗ്വേജ് വേണ്ടതെടുത്ത് തമിഴിലൊക്കെ ഫോം 6 പബ്ലിഷ് ചെയ്യുന്നിടത്ത് ലോക്കൽ ലാംഗ്വേജ് ഇപ്പൊ തമിഴ് എൻ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ തമിഴ് എൻ്റർ ചെയ്യുക. കന്നഡയാണ് വേണ്ടതെങ്കിൽ കന്നഡ എൻ്റർ ചെയ്യുക. ഫോം 6 ലോക്കൽ ലാംഗ്വേജിൽ പബ്ലിഷ് ചെയ്യുന്ന പ്ലേസസ് ഉണ്ടെങ്കിൽ മാത്രം അത് എൻ്റർ ചെയ്താൽ മതിയാകും. ഓക്കെ, ഡേറ്റ് കൊടുക്കുക. അന്നുള്ള നോമിനേഷൻ അന്ന് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. നോമിനേഷൻ എൻ്റർ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം റിസീവ് ചെയ്ത നോമിനേഷന്റെ വോട്ടറുടെ ഫോട്ടോ നമ്മുടെ കയ്യിലുണ്ട് എന്നാൽ പോലും അത് വോട്ടർ പട്ടികയിലെ ഫോട്ടോ ആയിരിക്കും ഉള്ളത്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, 6 നോമിനേഷൻസ് റിസീവ് ആയി നോമിനേഷൻ എൻ്റർ ചെയ്തതിന് ശേഷം ഈ ബട്ടൺ ഓരോ നോമിനേഷൻ കാർഡായിട്ട് ഇവിടെ കാണാൻ സാധിക്കും. നമ്മൾ ഒരു നോമിനേഷൻ എൻ്റർ ചെയ്തുകൊണ്ടാണ് ഇവിടെ ഇത് കാണിക്കുന്നത്. then അതിനുശേഷം 6 എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബട്ടൺ ഒരു ക്ലൗഡിന്റെ ബട്ടൺ ഉണ്ടാവും, അത് ക്ലിക്ക് ചെയ്ത് അപ്ലോഡ് ഫോട്ടോ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ ബ്രൗസിൽ ഫോട്ടോ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഡ്രാഗ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ട് ഫോട്ടോ കറക്റ്റ് ആയിട്ട് ഇതാക്കാൻ പറ്റും. ഓക്കെ, ഫോട്ടോ സെലക്ട് ആയതിനു ശേഷം അപ്ലോഡ് ഫോട്ടോ ക്ലിക്ക് ചെയ്യാം. വീണ്ടും അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ കാണാൻ സാധിക്കും. ദെൻ റിസീവ് ചെയ്ത ഫോം 2ഉം 2A ആറും ഇവിടെ അപ്ലോഡ് ചെയ്തിരിക്കണം. അത് ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഫോം 2ഉം 2A ഒരൊറ്റ PDF ആയി 1 MB താഴെ ആയിരിക്കണം. സ്കാൻ ചെയ്യുമ്പോൾ അതിന്റെ ഫയലിന്റെ സൈസ് 1 MB താഴെ ആയിരിക്കണം. അതിൽ ബ്രൗസ് സെലക്ട് ചെയ്ത് അപ്ലോഡ് ചെയ്ത ഫോം 2ഉം 2A ആറൊക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. മെയിൻ ആയിട്ട് ഫോട്ടോയും ഫോം 2ഉം 2A അപ്ലോഡ് ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ളത് ഏതാന്ന് വെച്ചാൽ ഉള്ളത് ഫോം N42 അപ്ലോഡ് ചെയ്യാം, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാം, ഓത്ത് ഓഫ് അഫർമേഷൻ സർട്ടിഫിക്കറ്റും ആറോക്ക് അപ്ലോഡ് ചെയ്യാം. ഓക്കെ, ആറോ ആയാലും ARO ആയാലും ആക്ടിവിറ്റീസ് സെയിം തന്നെയാണ്. ഫോട്ടോ ആൻഡ് ഫോം 2 and 2A അപ്ലോഡ് ചെയ്തതിനു ശേഷം മാത്രം ആറോ പ്രോസസ്സിൽ വെരിഫൈ കൊടുക്കുക. അതിനുശേഷം അപ്രൂവ് കൊടുക്കുക. ഈ ഡേറ്റ എൻട്രിയും വെരിഫൈയുമാണ് ആദ്യം നമ്മൾ ചെയ്തു തീർക്കേണ്ടതെങ്കിൽ മാത്രമേ നമ്മുടെ നോമിനേഷൻ ഫോം N3യും പിന്നീട് 3യും നമുക്ക് എടുക്കാൻ സാധിക്കും. അപ്പൊ ഡെയിലി നോമിനേഷൻ ലിസ്റ്റ് N3 ആണ്. അപ്പൊ N3യിൽ വരണം എന്നുണ്ടെങ്കിൽ ഡേറ്റ എൻട്രി വെരിഫൈയും ഡേറ്റ എൻട്രി അപ്രൂവും ചെയ്താൽ മാത്രമേ N3യിൽ വരെയുള്ളൂ. നമുക്ക് 1-2 നോമിനേഷൻസ് ക്രിയേറ്റ് ചെയ്യാം. ഒരാൾക്ക് 3 നോമിനേഷൻ സെറ്റ് വരെ നമുക്ക് സമർപ്പിക്കാൻ സാധിക്കും. ഇപ്പൊ ഓരോ ഡേയിലും നമുക്ക് കിട്ടുന്ന നോമിനേഷൻസ് ഡെയിലി എൻട്രി ചെയ്യുക, ഫോം N3 ഡൗൺലോഡ് ചെയ്യുക. ഒരാളുടെ രണ്ടാമത്തെ സെറ്റ് ഓഫ് നോമിനേഷൻ കിട്ടുമ്പോൾ എങ്ങനെയാണ് എൻട്രി ചെയ്യുന്നത് നോക്കാം. അതിൽ ന്യൂ ക്ലിക്ക് ചെയ്യുമ്പോൾ വാർഡ് സെലക്ട് ചെയ്യുന്നു. നമ്മൾ ഈസ് ദിസ് എ മൾട്ടിപ്പിൾ നോമിനേഷൻ എന്നുള്ളിടത്ത് S കൊടുക്കുക. നമ്മൾ ഇൻ കേസ് S കൊടുക്കാൻ വിട്ടുപോയാലും അത് ഓട്ടോമാറ്റിക്കലി മൾട്ടിപ്പിൾ ആണെങ്കിൽ അത് എടുക്കും. ഓക്കെ, ഈ തന്നിരിക്കുന്ന ലിസ്റ്റിൽ ആരുടേതാണ് മൾട്ടിപ്പിൾ നോമിനേഷൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ റിമാർക്സ് എൻ്റർ ചെയ്യാം, ആഡ് ടു നോമിനേഷൻ ലിസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഓൾറെഡി ഫസ്റ്റ് നോമിനേഷനിൽ നമ്മൾ എന്തൊക്കെ എൻ്റർ ചെയ്തിട്ടുണ്ടോ ആ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ചില്ലക്ഷരങ്ങൾ കറക്റ്റ് ആയിട്ട് എല്ലാം നിങ്ങൾ കറക്റ്റ് ആയിട്ട് ആറോ നോമിനേഷൻ കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് അത് കറക്റ്റ് ആയിട്ട് തന്നെ എൻ്റർ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇല്ല എങ്കിൽ ഫോം 6 എടുക്കുമ്പോഴും ഫോം 4 എടുക്കുമ്പോഴായാലും എല്ലാത്തിലും ഈ ചില്ലക്ഷരങ്ങളുടെ പ്രശ്നം വരും. ഈ ചില്ലക്ഷരങ്ങളുടെ ഇഷ്യൂ സോൾവ് ചെയ്തില്ല എങ്കിൽ ട്രെൻഡിലോട്ട് കാൻഡിഡേറ്റിന്റെ ലിസ്റ്റ് ഫോർവേഡ് ആകുമ്പോഴും പ്രശ്നം വരും. അതുകൊണ്ട് ചില്ലക്ഷരങ്ങൾ കറക്റ്റ് ആയിട്ട് ഗൂഗിൾ ഇൻപുട്ട് ടൂളിൽ എൻ്റർ ചെയ്യാൻ പറ്റും. നമുക്ക് ചില്ലക്ഷരങ്ങൾ എൻ്റർ ചെയ്ത് അവിടുന്ന് കോപ്പി പേസ്റ്റ് ചെയ്താൽ മതിയാകും. ചില്ലക്ഷരങ്ങൾ കറക്റ്റ് ആയതിനു ശേഷം മാത്രമേ എല്ലാ ആപ്ലിക്കേഷനും എല്ലാ നോമിനേഷനും അപ്ഡേറ്റ് ചെയ്യാവൂ. അപ്പോഴും ഫോം 2യിൽ വ്യത്യാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അതും അപ്ഡേറ്റ് ചെയ്യുക. ഇപ്പോൾ രണ്ടാമത് കൊടുത്ത നോമിനേഷനും നമുക്ക് പ്രോസസ്സിൽ അപ്രൂവ് കൊടുക്കുക. ഡേറ്റ എൻട്രി വെരിഫൈയും അപ്രൂവും കൊടുത്തു. ഇനി അത് കഴിഞ്ഞ ശേഷം നമ്മൾ ഒരിക്കൽ കൂടി വീണ്ടും നോമിനേഷൻസ് വരുവാണ്. ആ നോമിനേഷൻ നമ്മൾ വീണ്ടും S കൊടുക്കുന്നു. മൾട്ടിപ്പിൾ നോമിനേഷൻ ആണ്. അപ്പോൾ രാധികയുടെ തന്നെ മൾട്ടിപ്പിൾ നോമിനേഷൻ ആണ്. രാധികയുടെ ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, എന്താണോ ചേഞ്ച് ഉള്ളത് ആ ചേഞ്ച് എൻ്റർ ചെയ്യുക. ഇല്ലെങ്കിൽ അതുപോലെ എൻ്റർ ചെയ്ത് സേവ് ചെയ്യുക. ഡീറ്റെയിൽസ്
ഡേറ്റ എൻട്രി വെരിഫൈയും അപ്രൂവും ചെയ്യാം. അപ്പൊ നമുക്ക് ഒരാളുടെ നോമിനേഷൻസ് സെറ്റ് എത്രയാണോ വന്നിട്ടുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഈ രാധിക എന്ന് പറയുന്ന ആളുടെ ഫസ്റ്റ് നോമിനേഷൻ ഇങ്ങനെ കിടപ്പുണ്ട്. അതിൽ അവരുടെ സിമ്പൽ ഏതാണ്, പാർട്ടി ഏതാണ് ചൂസ് ചെയ്തേക്കുന്നത്, അവർ ഏത് വാർഡിലാണ് കണ്ടസ്റ്റ് ചെയ്യാൻ പോകുന്നത്, അവരുടെ അഡ്രസ്സും ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ മൾട്ടിപ്പിൾ നോമിനേഷൻസ് വരുമ്പോൾ മൾട്ടിപ്പിൾ നോമിനേഷൻ 2 ആയിരുന്നപ്പോൾ രണ്ടാമത്തെ നോമിനേഷൻ വന്നപ്പോൾ ഇത് 2 ആയി. ഇനി അടുത്ത നോമിനേഷൻ 3 വന്നപ്പോൾ ബാക്കി 2 നോമിനേഷനും 3 എന്ന് മൾട്ടിപ്പിൾ നോമിനേഷൻ ആയിട്ട് മാർക്ക് ആയിട്ടുണ്ടാകും. ഒരാൾക്ക് 3-ലധികം നോമിനേഷൻസ് സബ്മിറ്റ് ചെയ്യാൻ സാധിക്കത്തില്ല. നമുക്ക് ഒന്ന് ചെയ്ത് നോക്കാം. മൾട്ടിപ്പിൾ നോമിനേഷൻ എസ് ആക്കി കൊടുക്കുക. ദെൻ ഇവിടെ നമ്മൾ വോട്ടർ സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ആഡ് ടു നോമിനേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വോട്ടർക്ക് മീൻസ് ഒരു കാൻഡിഡേറ്റിന് 3-ലധികം നോമിനേഷൻ എൻട്രി ചെയ്യാൻ സാധിക്കില്ല എന്ന് പറഞ്ഞ് അലേർട്ട് കാണിക്കും. നമുക്ക് ആ നോമിനേഷൻ എൻട്രി ചെയ്യാനും സാധിക്കത്തില്ല. ഓക്കെ, ഇത്രയാണ് നമ്മൾ ആദ്യം നോമിനേഷൻസ് കിട്ടുന്നതിനനുസരിച്ച് ചെയ്യാം. അതില് നമുക്കിനി ഫോം എങ്ങനെയാണ്, ഫോം എൻട്രി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. പ്രൊഫൈലിലോട്ട് പോവുക. പ്രൊഫൈലില് ഫോം എൻട്രി നോമിനേഷൻ ഡെയിലി റിപ്പോർട്ട് ഉണ്ട്, അത് സെലക്ട് ചെയ്യാം. അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ഡേറ്റ് 5-ന് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഡേറ്റ് കൊടുത്ത് റിപ്പോർട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോമിനേഷൻ കിട്ടും. ഫസ്റ്റ് 5-നുള്ള നമ്മൾ ഡേറ്റ് കൊടുത്തതിൽ ശ്രീമതിയുടെ രാധികയുടെ ഒരൊറ്റ നോമിനേഷൻ ആയിരുന്നു വന്നിരുന്നത്. നമുക്ക് ക്ലിക്കിൽ എല്ലാ വാർഡും ആരൊക്കെ അസൈൻ ചെയ്തിട്ടുള്ള വാർഡുകളെല്ലാം ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അത് നോക്കുക. പിന്നെ അതിനുശേഷം അതെടുത്ത് പബ്ലിഷ് ചെയ്താൽ മതിയാകും. ഇപ്പോൾ 6-ാം തീയതിത്തെ നോമിനേഷൻ ആണ് നമുക്ക് വേണ്ടതെങ്കിൽ ഡേറ്റ് കൊടുക്കുക, റിപ്പോർട്ട് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ 6-ലെ നോമിനേഷൻസ് അവിടെ ലിസ്റ്റ് ചെയ്യും. നമ്മൾ എത്ര നോമിനേഷൻ എൻട്രി ചെയ്തിട്ടുണ്ടോ അത് കാണും. നമ്മൾ ഡേറ്റ എൻട്രി വെരിഫൈയും അപ്രൂവും ചെയ്താൽ മാത്രമേ നോമിനേഷൻ ലിസ്റ്റിൽ വരികയുള്ളൂ. നോക്കാം. ഇവിടെ നമ്മുടെ മാനേജ് നോമിനേഷനിൽ വാർഡ് 1-ലെ നോമിനേഷൻസ് ഇവിടെ ഡേറ്റ എൻട്രി വെരിഫൈ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ശ്രീകുമാരൻ നായർ ഫോം N3-ൽ വരാത്തത്. അപ്പോൾ പ്രോസസ്സിനകത്ത് നമ്മൾ ഡേറ്റ എൻട്രി അപ്രൂവ് കൂടി ചെയ്തിരിക്കണം. ഡേറ്റ എൻട്രി അപ്രൂവ് ചെയ്തതിന് ശേഷം ഫോം ഒന്നും കൂടി ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതിയാകും. കണ്ടോ, ഇവിടെ വന്നിട്ടുണ്ടാവും. നോമിനേഷൻ N3-ൽ വരുന്ന ഡീറ്റെയിൽസ് കറക്റ്റ് ആണോ എന്ന് ARO ആയാലും ക്രോസ് ചെക്ക് ചെയ്തിരിക്കണം. നോമിനേഷൻ എൻഡ് ചെയ്യുന്ന ഡേറ്റിൽ നമുക്ക് ഫോം 3 ഡൗൺലോഡ് ചെയ്യണം. ഡേ ബൈ ഡേ ഉള്ള നോമിനേഷൻസ് ലിസ്റ്റ് എടുക്കുന്നത് ഫോം N3-ലാണ് പബ്ലിഷ് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഫോം 3 എടുക്കുക. ഫോം 3 ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് നോമിനേഷൻ ലിസ്റ്റ് അത് സെലക്ട് ചെയ്യുമ്പോൾ ഓക്കെ കൊടുത്തു കഴിയുമ്പോൾ ഓരോ വാർഡിലെയും ഫോം 3 വരുന്നതായിരിക്കും. ആ ഫോം 3-ല് എൻട്രി ചെയ്തിട്ടുള്ള എല്ലാ നോമിനേഷനും, ഒരാളുടെ 3 നോമിനേഷൻ ഉണ്ടാകും. അപ്പോൾ റിസീവ് ചെയ്തുള്ള എല്ലാ നോമിനേഷനും ഇവിടെ കാണാൻ സാധിക്കും. സ്ക്രൂട്ടണിയുടെ ഡീറ്റെയിൽസ് താഴെ വരുന്നതായിരിക്കും. ഈ ഡീറ്റെയിൽസ് തന്നെയായിരിക്കും കാൻഡിഡേറ്റിന് SMS ആയിട്ട് പോകുന്നത്. ഓക്കെ, ഇവിടെ ചില്ലക്ഷരങ്ങൾ കറക്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകും. അതുകൊണ്ട് എഡിറ്റിൽ ചില്ലക്ഷരങ്ങൾ കറക്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കാം. അതിനുശേഷം നമ്മൾ സ്ക്രൂട്ടണി കണ്ടക്ട് ചെയ്യും. അപ്പൊ സ്ക്രൂട്ടണി ഒക്കെ കഴിഞ്ഞു. അക്സെപ്റ്റ് ചെയ്യുന്ന നോമിനേഷൻസ് അക്സെപ്റ്റൻസ് നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. ഈ നോമിനേഷൻ എന്തെങ്കിലും കാരണം കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല, റിജക്ട് ചെയ്യുവാണെങ്കിൽ വെരിഫൈ റിജക്ഷൻ കൊടുക്കുക. റിജക്ഷൻ വെരിഫൈഡ് സക്സസ്ഫുള്ളി ആയിരിക്കും. ദെൻ അപ്രൂവ് റിജക്ഷൻ കൊടുക്കുക. അപ്പോൾ റിജക്റ്റഡ് നോമിനേഷന്റെ ലിസ്റ്റിലോട്ട് ആ നോമിനേഷൻ മാറിയിട്ടുണ്ടാകും. ദെൻ അതിനുശേഷം അപ്രൂവ് ചെയ്യുന്ന നോമിനേഷൻസ് വെരിഫൈ അക്സെപ്റ്റൻസ് കൊടുക്കുക. ദെൻ അപ്രൂവ് അക്സെപ്റ്റൻസ് കൊടുക്കുക. വെരിഫൈ സ്ക്രൂട്ടണിയിൽ അപ്രൂവ് ചെയ്തിട്ടുള്ള നോമിനേഷൻസ് അപ്രൂവ് കൊടുക്കുക. പ്രോസസ്സിൽ അപ്രൂവ് വെരിഫൈയും അപ്രൂവ് അക്സെപ്റ്റൻസും കൊടുക്കുക. വെരിഫൈ അക്സെപ്റ്റൻസും അപ്രൂവ് അക്സെപ്റ്റൻസും കൊടുക്കുക. അപ്പൊ നമ്മൾ എൻട്രി ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇവിടുന്ന് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷം അപ്രൂവ് ചെയ്ത നോമിനേഷൻസ് അപ്രൂവും കൊടുത്തു. റിജക്ട് ചെയ്യാൻ സ്ക്രൂട്ടണിയിൽ റിജക്ട് ചെയ്ത നോമിനേഷൻസ് റിജക്റ്റും കൊടുത്തതിന് ശേഷം ഫോം 4 ജനറേറ്റ് ചെയ്യും. ആക്ച്വലി ഫോം 4 ജനറേറ്റ് ചെയ്യുമ്പോൾ
മൾട്ടിപ്പിൾ നോമിനേഷൻ വരാൻ പാടില്ല. ഇവിടെ നമുക്ക് രാധികയുടെ 2 നോമിനേഷൻ ഉണ്ട്. ഇപ്പൊ ഓരോ കാൻഡിഡേറ്റും 3 വീതം നോമിനേഷൻസ് തന്നിട്ടുണ്ടാവും, 3ഉം അപ്രൂവ് ചെയ്തിട്ടുണ്ടാവും. ഏതാണോ ഫോം 4ലോട്ട് ആഡ് ചെയ്യേണ്ടത് അത് ഈ ആറോ തീരുമാനിക്കുക. അതിനുശേഷം ആറോ അത് ഫോം 4ലോട്ട് മാർക്ക് ചെയ്യുക. ഓക്കെ, ആറോ ഏത് നോമിനേഷൻ ആണോ വേണ്ടത്, ഇപ്പോ ആദ്യം വന്ന നോമിനേഷൻ ആണ് ആറോ അക്സെപ്റ്റ് ചെയ്ത് ഫോം 4ലോട്ട് മാറ്റുന്നതെങ്കിൽ അത് അക്സെപ്റ്റൻസ് അപ്രൂവ് ചെയ്തതിന് ശേഷം ആഡ് ടു ഫോം 4 കൊടുക്കുക. ഇല്ല പിന്നീട് കിട്ടിയതാണ് വേണ്ടതെങ്കിൽ അത് കൊടുക്കുക. അപ്പൊ ഇവിടെ ഷിജിയുടെ നോമിനേഷൻ ഇത് ഒരൊറ്റ നോമിനേഷനേ ഉള്ളൂ, അത് അപ്രൂവും ചെയ്തിട്ടുണ്ട്, അത് തന്നെയാണ് ഫോം 4ലോട്ട് കൊടുക്കേണ്ടത്. അത് ആഡഡ് ടു ഫോം 4 എന്നുള്ള സ്റ്റാറ്റസ് വരും. ദെൻ അതിനുശേഷം ശ്രീകുമാരൻ നായരുടേതും ആഡ് ടു ഫോം 4 ആണ് കൊടുക്കുന്നതെങ്കിൽ ആരോ അത് ഫോം 4ലോട്ട് കൊടുക്കുക. അപ്രൂവ് ചെയ്ത നോമിനേഷൻസ് മാത്രമേ നമുക്ക് ആഡ് ടു ഫോം 4 കൊടുക്കാൻ പറ്റത്തുള്ളൂ. ഫോം 4ൽ ഒരു കാൻഡിഡേറ്റിന്റെ ഒരു നോമിനേഷൻ മാത്രമേ കാണിക്കാവൂ. അപ്പൊ അതുകൊണ്ട് ഏതാണോ വേണ്ടത് അത് ആഡ് ടു ഫോം 4 കൊടുക്കാം. ഓക്കെ, ഓൾറെഡി ആ കാൻഡിഡേറ്റിന്റെ ഫോം 4ൽ ഓൾറെഡി ഒരു നോമിനേഷൻ ആഡ് ചെയ്തിട്ടുണ്ട് എന്ന് കാണിക്കും. ഇപ്പൊ നമുക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് റീസെറ്റ് കൊടുത്താൽ മതിയാകും. ആഡ് ചെയ്ത ഫോം 4 അതല്ല വേണ്ടത്, ഈ നോമിനേഷൻ ആണ് ഫോം 4ൽ വരേണ്ടതെങ്കിൽ പ്രോസസ്സിനകത്ത് ഇത് ആഡ് ടു ഫോം 4 കൊടുക്കുക. അതിന് മുൻപ് ഏതാണോ ആഡ് ചെയ്തേക്കുന്നത് അതിനെ റീസെറ്റ് കൊടുക്കുക. ഓക്കെ, അതിനുശേഷം ഫോം 4 ജനറേറ്റ് ചെയ്യാം. വിഡ്രോവലിന്റെ ആപ്ലിക്കേഷൻസ് ആറോക്ക് റിസീവ് ആകും. അതിനനുസരിച്ചിട്ട് ആറോ ആ വിഡ്രോവൽ അപ്രൂവ് ചെയ്യുവാണെങ്കിൽ ആറോ വിഡ്രോവൽ നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ മാർക്ക് ചെയ്യാം. ഓക്കെ, ഒരു കാൻഡിഡേറ്റ് മൾട്ടിപ്പിൾ നോമിനേഷൻ തന്നിട്ടുണ്ടെങ്കിലും സിംഗിൾ നോമിനേഷൻ തന്നിട്ടുണ്ടെങ്കിലും വിഡ്രോവൽ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിന്റെ എല്ലാ നോമിനേഷൻസും വിഡ്രോ ആകും. അപ്പൊ നമ്മൾ ഇതിൽ ഏതെങ്കിലും ഒരു നോമിനേഷനിൽ മാത്രം വെരിഫൈ വിഡ്രോവൽ കൊടുത്ത് അപ്രൂവ് വിഡ്രോവൽ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കാൻഡിഡേറ്റിന്റെ എത്ര നോമിനേഷൻസ് ഉണ്ടോ അത്രയും നോമിനേഷൻസ് വിഡ്രോവലിലോട്ട് മാർക്കാകും. ഓക്കെ, നമുക്ക് ഓരോ മുൻപ് നമ്മളിതിൽ 1 by 1 വിഡ്രോവൽ മാർക്ക് ചെയ്യണമായിരുന്നു. അങ്ങനത്തെ ആവശ്യമില്ല. നമുക്ക് ഫോം 4ൽ ആഡ് ചെയ്തിരിക്കുന്നതിനായാലും ശരി അല്ലാത്തതായാലും ശരി 1 by 1 നമുക്ക് വിഡ്രോവൽ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഏതെങ്കിലും ഒന്നിന് വിഡ്രോവൽ മാർക്ക് ചെയ്ത് വെരിഫൈയും അപ്രൂവും ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ വിഡ്രോവൽ എല്ലാ ആ കാൻഡിഡേറ്റിന്റെ എല്ലാ നോമിനേഷനിലും വിഡ്രോവൽ മാർക്കാവും. ഓക്കെ, അതിനുശേഷം ഫോം 6 ജനറേറ്റ് ചെയ്യാം. അതിനായി ഫൈനലൈസ് ഓർ വ്യൂ കാൻഡിഡേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ആണ്, അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്തിട്ട് വാർഡ് ചൂസ് ചെയ്തിട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് കൊടുക്കുക. റിവ്യൂ ഫൈനലൈസേഷൻ കൊടുക്കുക. ഇവിടെ സീരിയൽ നമ്പർ മലയാള അക്ഷരമാല ക്രമത്തിൽ കാൻഡിഡേറ്റിന്റെ പേരിനനുസരിച്ച് മലയാള അക്ഷരമാല ക്രമത്തിൽ ആറോ എൻട്രി ചെയ്താൽ മാത്രമേ ഫോം 6 ജനറേറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. 1 2 മാർക്ക് ചെയ്യുക. പ്രിവ്യൂ ബിഫോർ ഫൈനലൈസേഷൻ കൊടുക്കുക. വൺസ് കൺഫേം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ റീസെറ്റ് ചെയ്യാൻ സാധിക്കും. പക്ഷെ നമുക്ക് ഫോം 6 ജനറേറ്റ് ചെയ്യേണ്ട ഡേ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ റീസെറ്റ് ചെയ്യാൻ സാധിക്കുന്നതല്ല. ഓക്കെ, ദെൻ ഫൈനലൈസ് കാൻഡിഡേറ്റ് കൊടുക്കുക. ഇപ്പൊ കാൻഡിഡേറ്റ് ലിസ്റ്റ് ഫൈനലൈസ്ഡ് എന്ന് കാണിക്കും. അവിടെ നമുക്ക് വീണ്ടും വാർഡ് കൊടുത്തിട്ട് ലിസ്റ്റ് കാൻഡിഡേറ്റ് കൊടുക്കാം. അപ്പോൾ സീരിയൽ നമ്പർ വന്നിട്ടുണ്ട്. ഇൻ കേസ് നമുക്ക് ആ സീരിയൽ നമ്പറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ റീസെറ്റ് ഒരു റിവോക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ഒന്നും കൂടി ഫൈനലൈസ് ചെയ്യാൻ സാധിക്കും. നമ്പർ മാറിയാണ് നമുക്ക് കൊടുത്തതെങ്കിൽ നമുക്ക് മാറ്റി ചെയ്യാൻ പറ്റും. റിവ്യൂ കൊടുക്കുക, ദെൻ ഫൈനലൈസ് കാൻഡിഡേറ്റ് കൊടുക്കുക. പ്രത്യേകം വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ലിസ്റ്റ് കാൻഡിഡേറ്റ് കൊടുത്തു നമ്മുടെ നോമിനേഷൻ ഫൈനലൈസേഷൻ എല്ലാം കറക്റ്റ് ആയതിനു ശേഷം സിങ്ക് വിത്ത് കൗണ്ടിങ് സ്ലിപ്പ് എന്നുള്ള ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ മാത്രമേ ട്രെൻഡിലേക്ക് കൗണ്ടിങ്ങിന്റെ അന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയറിലേക്ക് ഈ കൺഫേംഡ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് അല്ലെങ്കിൽ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ്സിന്റെ ലിസ്റ്റ് ആ സോഫ്റ്റ്വെയറിലേക്ക് സിങ്ക് ആവത്തുള്ളൂ. അതുകൊണ്ട് എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സിങ്ക് വിത്ത് കൗണ്ടിങ് സ്ലിപ്പ് കൂടി കൊടുക്കുക. ശേഷം ആറോ ഫോം 6 എടുക്കുക. ഫോം 6 നമുക്ക് 3 രീതിക്ക് എടുക്കാം. ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഏരിയയിൽ നമുക്ക് തമിഴിലും കന്നഡയിലും ഏതാണോ വേണ്ടത് അതെടുക്കുക. അതിൽ കണ്ടസ്റ്റിംഗ് കാൻഡിഡേറ്റ് ഫോം 6 ജനറേറ്റ് ചെയ്യാം. ഫോം 6 ജനറേറ്റ് ആകുമ്പോൾ
കാൻഡിഡേറ്റിന്റെ പേരും കാൻഡിഡേറ്റിന് ആറോ അലോട്ട് ചെയ്തിട്ടുള്ള സിമ്പൽ ഉൾപ്പെടെ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ആറോക്ക് മാത്രമാണ് ഫൈനലൈസ് കാൻഡിഡേറ്റും ഉള്ളത്, ഫോം 6ഉം ഉള്ളത്. ബാക്കി എല്ലാ ഓപ്ഷൻസും ഫോംസും AROയുടെ പ്രൊഫൈലിലും നമുക്ക് കാണാൻ സാധിക്കും. ARO എൻ്റർ ചെയ്യുന്ന എല്ലാ നോമിനേഷനും ലൈവ് ആയിട്ട് ROയ്ക്കും വരും. RO എൻ്റർ ചെയ്യുന്ന നോമിനേഷൻസ് AROയുടെ പ്രൊഫൈലിലും കാണാൻ സാധിക്കുന്നതായിരിക്കും. നോമിനേഷൻ സ്റ്റാറ്റിക്സ് വാർഡ് വൈസ് എടുക്കുമ്പോൾ നമ്മൾ ഏത് വാർഡിലാണോ എൻ്റർ ചെയ്തിട്ടുള്ളത് ആ നോമിനേഷന്റെ ടോട്ടൽ നോമിനേഷൻസ് എത്രയാണ്, ടോട്ടൽ കാൻഡിഡേറ്റ് എത്രയാണ്, നമ്മൾ എത്ര എണ്ണം അപ്രൂവ് ചെയ്തു, എത്ര എണ്ണം റിജക്ട് ചെയ്തു എന്നുള്ളത് ടോട്ടൽ നോമിനേഷൻ സെറ്റ് ഓഫ് നോമിനേഷൻസ് ആണ് പറയാ. ഇത് തെറ്റാണ്. ലൈവിൽ വരുമ്പോഴേക്കും അത് കറക്റ്റ് ആയിക്കോളും. വിഡ്രോ ചെയ്ത നോമിനേഷൻസിന്റെ കൗണ്ടും ഇവിടെ കാണിക്കും. മാനേജ് കാൻഡിഡേറ്റ്സ് വഴി ആറോക്ക് എത്ര കാൻഡിഡേറ്റ്സ് ഫൈനലൈസ് ചെയ്തിട്ടുണ്ടോ അത്രയും ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഇത്രയാണ് നോമിനേഷൻ മാനേജ്മെന്റ് സിസ്റ്റത്തിൽ ഉള്ളത്. താങ്ക് യു.